കഞ്ഞിയും പയറും കഴിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ലല്ലേ? ഇനി മുതൽ കഞ്ഞിക്ക് പകരം കിച്ചടി ഉണ്ടാക്കിയാലോ? വീട്ടിലുണ്ടായിരുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് ഞാനൊരു കിച്ചടി അങ്ങ് ഉണ്ടാക്കി. പച്ചക്കറികളുടെ കൂടെ കുറച്ച് പാലക്കും ഞാൻ ചേർത്തിട്ടുണ്ട്. പോഷകം ഒട്ടും കുറയ്ക്കണ്ട. കുക്കർ നല്ലോണം ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ജീരകം പൊട്ടിച്ചെടുക്കണം. ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പൂവും പിന്നെ ഒരു ഏലക്കയും പിന്നെ അവിടെ ഇവിടെയും കടിക്കാനായിട്ട് കുരുമുളകും ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്തേക്കണേ. എല്ലാ പച്ചക്കറി എന്ന് പറയുമ്പോഴത്തേക്കും പാവയ്ക്കയും വെണ്ടയ്ക്കയും ഞാൻ ഇതിനകത്ത് കൂട്ടിയിട്ടില്ലേ. പിന്നെ ഒരു തക്കാളിയും 2 പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. തോരൻ പരിപ്പ്, ചെറുപയർ പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, പിന്നെ മസൂർ ദാൽ എല്ലാം ഞാൻ ഓരോ പിടി വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളകുപൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അരി ഞാൻ ഈ ഒരു ഗ്ലാസിന്റെ പകുതി അരി മാത്രമേ എടുക്കുന്നുള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വേവിച്ച് കൊടുക്കണം. ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തേക്കണം. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതിന്റെ. ആവശ്യത്തിന് ഉപ്പും കസൂരി മേത്തിയും പിന്നെ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇതിന്റെ കൂടെ ഒരു പപ്പടവും അച്ചാറും കൂടി ആയ പൊളിച്ച്.